നമസ്കാരം. സിറിയയിലെ വിമത മുന്നേറ്റത്തിന് തടയിട്ട് റഷ്യയുമായി ചേർന്നുള്ള ആക്രമണത്തിൽ സിറിയയിൽ വിജയം. അലപ്പോ നഗരത്തിന്റെ തന്ത്രപ്രധാന മേഖലകൾ വിമതർ പിടിച്ചെടുത്തതോടെ റഷ്യൻ സഹായത്തോടെ സിറിയൻ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു. സിറിയയിലെ നാലാമത്തെ പ്രധാന നഗരമായ ഹമയിലേക്കുള്ള വിമത മുന്നേറ്റം തടഞ്ഞാണ് സൈന്യം പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇതിൽ നിർണായകമായി റഷ്യൻ ഇടപെടലാണ്. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ ആവശ്യപ്രകാരം റഷ്യൻ സൈന്യം ശക്തമായ ആക്രമണമാണ് നടത്തിയത്. അലപ്പോയിൽ നിന്നും 65 കിലോമീറ്റർ അകലെയുള്ള ഹമയുടെ സമീപത്തെ ഇദ്ലിബ് നഗരത്തിൽ സിറിയൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. ശനിയാഴ്ച രാത്രി നടന്ന ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇദ്ലിബിലും സമീപ പ്രദേശങ്ങളിലും റഷ്യൻ വ്യോമാക്രമണം നടന്നതായി അൽ ഇഖ്ബാരിയ ന്യൂസ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ 5 വ്യോമാക്രമണങ്ങളാണ് റഷ്യയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇദ്ലിബിനടുത്തുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമ പ്രവിശ്യയിൽ നിന്നും വിമതർ പിന്മാറിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രത്യാക്രമണമാണ് നടക്കുന്നതെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശങ്ങൾക്കായുള്ള സിറിയൻ ഒബ്സർവേറ്ററി പറഞ്ഞു. 3 ദിവസത്തിനിടെ 1000-ലേറെ വിമതരെ കൊലപ്പെടുത്തിയതായാണ് ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട കണക്ക്. അതേസമയം വിമതരുടെ മുന്നേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദുമായി ചർച്ച നടത്താൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തിങ്കളാഴ്ച തലസ്ഥാനമായ ഡെമസ്കസിലെത്തും. സിറിയൻ സർക്കാരിനെയും സൈന്യത്തെയും ഇറാൻ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. മടക്കയാത്രയിൽ വിമതരെ പിന്തുണയ്ക്കുന്ന തുർക്കി സർക്കാരുമായും അദ്ദേഹം ചർച്ച നടത്തും. അതിനിടെ എത്ര ശക്തരായിരുന്നാലും ഭീകരവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പരാജയപ്പെടുത്തുമെന്നും അസദ് പ്രഖ്യാപിച്ചു. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സായുധ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച ആക്രമണം തുടങ്ങിയത്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്നീ സായുധ വിഭാഗമാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതും പ്രത്യാക്രമണം വാങ്ങിച്ചു കൂട്ടിയതും. അതേസമയം സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യ വിമതരെ തുരത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് അറിയിച്ചിരുന്നു. ബുധനാഴ്ചയാണ് വിമതസേന അലപ്പോയിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിച്ചത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കി. 2016 ശേഷം ആദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഇറാന്റെയും റഷ്യയുടെയും ഷിഈ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ വിമതരെ സിറിയ അന്ന് തുരത്തുകയായിരുന്നു. അതേ മാർഗമാണ് സിറിയ ഇപ്പോൾ പിന്തുടരുന്നതും. ഇറാൻ പിന്തുണയുള്ള സൈനികരുടെ കുറവാണ് വിശാലമായ അലപ്പോ പ്രവിശ്യയിലേക്ക് തങ്ങൾക്ക് കടന്നുകയറാൻ സഹായകരമായതെന്ന് വിമത വിഭാഗത്തിലെ കമാൻഡർ മുസ്തഫ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെയും സിറിയയുടെയും വ്യോമാക്രമണം നടന്നിരുന്നു. ഇതിൽ മറുപടിയായിട്ടാണ് തങ്ങളുടെ കടന്നാക്രമണമെന്നും വിമതർ വ്യക്തമാക്കി. വിമതരെ പിന്തുണയ്ക്കുന്ന തുർക്കി ആക്രമണത്തിന് പച്ചക്കൊടി കാണിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഒഴിവാക്കാനാണ് തുർക്കി ശ്രമിക്കുന്നതെന്നും ഇത്തരം ആക്രമണങ്ങൾ സമാധാന കരാറിന് തുരങ്കം വയ്ക്കുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഒങ്കു കെസേച്ചി പറഞ്ഞു. 2020 മാർച്ചിൽ റഷ്യയും തുർക്കിയും സംഘർഷം ലഘൂകരിക്കാനുള്ള കരാറിന് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതേസമയം അലപ്പോയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു മുഹമ്മദ് അൽ ജലാനി എന്ന തലയ്ക്ക് ലക്ഷങ്ങൾ വിലയിട്ട ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുന്നേറ്റം നടത്തുന്ന വിമത വിഭാഗമായ ഹയാത്ത് തഹ്രീർ അൽ ഷാം സംഘടനയുടെ നേതാവാണ് ജലാനി.